ഉയിർപ്പ് 4 മുതൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ആദ്യ ശിഷ്യന്മാർ. സ്നാപക യോഹന്നാനാണ് തന്റെ 2 ശിഷ്യന്മാർക്ക് "ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്" എന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഉടനെ ആ 2 കുഞ്ഞാടുകൾ ഇടയനെ തിരിച്ചറിഞ്ഞാലെന്ന പോലെ അവനെ അനുഗമിച്ചു. ശിഷ്യത്വത്തിന്റെ ആദ്യപടിയാണിത്. അവർക്കെല്ലാം അറിയണം, "റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? കുറുനരികൾക്ക് മാളങ്ങളും പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് ചായ്ക്കാൻ ഇടമില്ല. കാരണം അവന്റെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗ്ഗത്തിലാണ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അവൻ വസിക്കുന്നിടം അവർ കണ്ടു. ദൈവത്തിന്റെ വക്ഷസ്സിലായിരിക്കുന്നവനാണവൻ എന്ന് അവർ തിരിച്ചറിഞ്ഞു" എന്നർത്ഥം. ഇത് തിരിച്ചറിയുന്നവർ അവനിൽ വസിക്കും, അവൻ അവരിലും വസിക്കും. അപ്പോൾ മാത്രമാണ് അവന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയുള്ളവനാകാൻ ഒരുവന് കഴിയുക. യേശുവിനെ കണ്ട് വസിച്ച് ബോധിച്ച അവർ "ഞങ്ങൾ മിശിഹായെ കണ്ടു, ക്രിസ്തു എന്ന് അർത്ഥം" എന്നു പറഞ്ഞ് പത്രോസിനെയും അവന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശിഷ്യത്വത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മറ്റുള്ളവരെയും യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ്.